ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 25ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രാഷ്ട്രപതിമാരും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. പി എസ് സി എക്സാമുകളിൽ 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. രാഷ്ട്രപതിമാരും പ്രത്യേകതകളും. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 15 രാഷ്ട്രപതിമാരെ കുറിച്ചാണ്. ഈ 15 രാഷ്ട്രപതിമാരെയും ഒറ്റയിരിപ്പിന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് ആവശ്യമുള്ളവർ പഠിക്കുക, അല്ലാത്തവർ ഓരോന്നും അതാത് രാഷ്ട്രപതിമാരെ പഠിച്ച് അതിൻ്റെ ഈ പറയുന്ന പ്രത്യേകതകളും അതേപോലെ തന്നെ കാലഘട്ടവും ഏതാണെന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുക. അല്ലാത്തവർ ഈ കോഡ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിൽ ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. കോഡ് ഇങ്ങനെയാണ്: രാജുവും രാധയും സഹ്യഗിരി വഴി ഫക്രുവിനെ കാണാൻ ചെന്നപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന രാമശങ്കര നാരായണ പാടിയ കലാമിൻ്റെ പ്രതിഭയെ പ്രണമിച്ച് കോവിന്ദ് മുറുമുറുത്തു. ഇതാണ് നമ്മുടെ കോഡ്. 15 രാഷ്ട്രപതിമാരും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് അതിൻ്റെ അടുത്തടുത്ത് വരുന്ന രാഷ്ട്രപതിമാരെന്നുള്ളത് നിങ്ങൾക്ക് ഒരു തെറ്റും കൂടാതെ എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. രാജുവും രാധയും സഹ്യഗിരി വഴി ഫക്രുവിനെ കാണാൻ ചെന്നപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന രാമശങ്കര നാരായണ പാടിയ കലാമിൻ്റെ പ്രതിഭയെ പ്രണമിച്ച് കോവിന്ദ് മുറുമുറുത്തു. ഇനി നമുക്ക് ഓരോ രാഷ്ട്രപതിമാരെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചാണ്. 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ലെവൽ ചോദ്യമാണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. എത്ര തവണ ഈ ഒരു ചോദ്യം PSC എക്സാമുകളിൽ ചോദിച്ചു എന്നുള്ളത് അറിയത്തില്ല, കാരണം അത്രയും തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 12 വർഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മെയിനായിട്ട് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിലാണ് വരുന്നത്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. 1916 ലക്നൗ സമ്മേളനത്തിൽ വച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1934-35. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വോട്ട് നേടിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1962 ഭാരതരത്നം ലഭിക്കുന്നത്. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകൻ. മക്കളെ ഓർത്തു വച്ചോ, കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരത്തിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കുറച്ചുകൂടിയും ലെവലുള്ള ഒരു എക്സാം ആണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥയാണ് ആത്മകഥ. ഇത് പ്രസിദ്ധീകരിച്ചത് 1946 കൂടി മനസ്സിലാക്കി വയ്ക്കുക. രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മഹാപ്രയാൺ ഘട്ടിലാണ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അതാണ് മഹാപ്രയാൺ ഘട്ട്.
അന്ത്യവിശ്രമ സ്ഥലങ്ങളെ കുറിച്ച്, അതായത് ഗാന്ധിജി മുതൽ ഏകദേശം 25ഓളം വരുന്ന ദേശീയ നേതാക്കളുടെ എല്ലാം അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിന് സിമ്പിൾ കോഡ് ഉണ്ട്. അപ്പോൾ കോഡ് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കോഡും നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ക്ലാസ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒത്തിരി വലുതാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരും ക്ലാസ് കാണത്തില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കോഡ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ, അതായത് ഈ പറയുന്ന ദേശീയ നേതാക്കളും അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളും കോഡ് വേണ്ടവർ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ കോഡ് അടുത്ത ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. ഓടിച്ചൊന്നുകൂടി പറയാം, മകളെ ശ്രദ്ധിച്ച് കേട്ടോ. 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടു. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി 12 വർഷം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. കേരള നിയമസഭയിൽ ചിത്രമനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി. 1916 ലക്നൗ സമ്മേളനത്തിൽ വച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 34-35. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വോട്ട് നേടിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ രാഷ്ട്രപതി. 62ലാണ് ഭാരതരത്നം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹിന്ദി വാരികയാണ് ദേശ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥ 46ലാണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മഹാപ്രയാൺ കട്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചാണ്. രണ്ടാമത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. 1962 മെയ് 13 മുതൽ 1967 മെയ് 13 വരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ കാലഘട്ടം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇമ്പോർട്ടൻ്റ് ആണ്, ബേസ് ചോദ്യമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. എതിരില്ലാതെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി. രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത്, നല്ലൊരു ചോദ്യം, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചതാണ് ജവഹർലാൽ നെഹ്റു. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും രാഷ്ട്രപതിയായിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ച വ്യക്തി. ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ഡോക്ടർ രാധാകൃഷ്ണനാണ്. 1962 മുതൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. അപ്പോൾ എന്നാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ്? സെപ്റ്റംബർ 5. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആന്ധ്ര യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി എന്നിവയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ചോദിച്ചങ്ങനെയാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണെന്നുള്ളത്. ദ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ഇതെല്ലാം ആരുടെയാ? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പ്രധാന കൃതികളാണ്. മക്കളെ ഓർത്തു വെച്ചോ, ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ദ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ഇതൊക്കെ ആരുടെയാ? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികളാണുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു രാഷ്ട്രപതിയെ കുറിച്ച് നോക്കാം. അതാണ് സക്കീർ ഹുസൈൻ. 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെ ആണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്.
മക്കളെ 1969 ബന്ധപ്പെട്ട് BSc എക്സാമുകളിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ ഒരു ജില്ല ആ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന 2-3 സ്ഥാപനങ്ങൾ 1969 വന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. രാഷ്ട്രപതിയായ 3ാമത്തെ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സക്കീർ ഹുസൈൻ ആണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. കാലാവധി തികയ്ക്കാത്ത ആദ്യത്തെ രാഷ്ട്രപതി. അപ്പോൾ കാലാവധി തികയ്ക്കാത്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഇനി ബാലസാഹിത്യകാരനായ രാഷ്ട്രപതി, വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി. ഈ 2 ചോദ്യവും ചോദിച്ചേക്കണെയാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായിട്ടുള്ള രാഷ്ട്രപതി, ബാലസാഹിത്യകാരനായ രാഷ്ട്രപതി. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ 2ാമത്തെ ഉപരാഷ്ട്രപതി, തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി. 1963 ഭാരതരത്നം ലഭിച്ചു. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ. അപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. പ്രധാന കൃതികളാണ് ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, എ ഫ്ലവേഴ്സ് സോങ്, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ജാമിയ മിലിയാണ്, ഉത്തർപ്രദേശ്. അപ്പോൾ ഇത്രയാണ് സക്കീർ ഹുസൈനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രധാന കൃതികൾ ഒന്ന് ഓർത്തു വെച്ചോ. ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, എ ഫ്ലവേഴ്സ് സോങ്, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ജാമിയ മിലിയയാണ്, അത് ഉത്തർപ്രദേശ്. അടുത്ത വ്യക്തിയാണ് VV ഗിരി. 1969 ഓഗസ്റ്റ് 24 മുതൽ 1977 ഓഗസ്റ്റ് 24. രാഷ്ട്രപതിയായ 4ാമത്തെ വ്യക്തിയാണ് VV ഗിരി. അപ്പോൾ രാഷ്ട്രപതിയായ 4ാമത്തെ വ്യക്തിയാണ് VV ഗിരി. ആക്ടിംഗ് പ്രസിഡന്റായ ശേഷം പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യം ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. ഓക്കെ. അടുത്തത് സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച ഏക രാഷ്ട്രപതി. അപ്പോൾ സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച ഏക രാഷ്ട്രപതി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് VV ഗിരി രാഷ്ട്രപതിയായത്. ചന്ദ്രനിലെ ലോകഫലകത്തിൽ, മകളെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. ചന്ദ്രനിലെ ലോകഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതി. ഇതൊരിക്കൽ ഒത്തിരി എക്സാമുകൾക്ക് നിലവിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. ചന്ദ്രനിലെ ലോകഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം എഴുതിയ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ആരാ? VV ഗിരിയാണ്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം ആ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നുള്ളതായിരുന്നു VV ഗിരി ചന്ദ്രനിലെ ലോകഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം എഴുതിയത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയനായ രാഷ്ട്രപതി. ഉത്തർപ്രദേശിലെ നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് VV ഗിരിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 1975 ഭാരതരത്നം ലഭിച്ചു. പ്രധാന കൃതികളായിരുന്നു ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ്. ഓക്കെ, വോയിസ് ഓഫ് കോൺഷ്യൻസ്. അപ്പോൾ ഇത്രയാണ് ആരുടെ? ഈ പറയുന്ന VV ഗിരിയുടെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് പറയുന്നത്. അപ്പോൾ മക്കളത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് ഓർത്തു വച്ചോ. ചന്ദ്രനിലെ ലോകഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? VV ഗിരി. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നുള്ളതായിരുന്നു ആ ഫലകത്തിൽ അദ്ദേഹം എഴുതിയത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിലാണ്? VV ഗിരിയുടെ പേരിലാണ്. കേരള ഗവർണർ ആയ ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? VV ഗിരിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആളെ കുറിച്ച് നോക്കാം. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1974 ഓഗസ്റ്റ് 24 മുതൽ
1977 ഫെബ്രുവരി 11 വരെ. രാഷ്ട്രപതിയായ അഞ്ചാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാഷ്ട്രപതിയായ അഞ്ചാമത്തെ വ്യക്തി. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ മുസ്ലിം ഉപരാഷ്ട്രപതിയാവാത്ത രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തിയും. അസമിൽ ഗോപിനാഥ് ബർദോളി മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രിയായിരുന്നു. വേണമെങ്കിൽ ചോദിക്കാം, അസമിൽ ഗോപിനാഥ് ബർദോളി മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രിയായിരുന്ന രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. 1966 to 71 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിച്ച രാഷ്ട്രപതി. നിർഭാഗ്യവാനായ രാഷ്ട്രപതി. ഒത്തിരി തവണ ചോദിച്ച ബേസ് ലെവൽ ചോദ്യങ്ങളിൽ ഒന്നാണിത്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും അധികം ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി. ഈ ചോദ്യവും PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും അധികം ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അസം ബർപേട്ടയിലാണ്. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ അത് അസം ബർപേട്ടയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു രാഷ്ട്രപതിയെ കുറിച്ച് നോക്കാം. നീലം സഞ്ജീവ റെഡ്ഡി. 1977 ജൂലൈ 25 മുതൽ 1982 ജൂലൈ 25 വരെയുള്ള കാലം. രാഷ്ട്രപതിയായ ആറാമത്തെ വ്യക്തി. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയും ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. ലോകസഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. ചോദിച്ച ചോദ്യമാണ്. ലോകസഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. ലോകസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷത പാലിക്കാൻ സ്വന്തം പാർട്ടിയുടെ അംഗത്വം രാജിവെച്ച് മാതൃക കാട്ടിയ വ്യക്തി. രാജിവെച്ച ആദ്യ ലോകസഭാ സ്പീക്കർ, ബിരുദധാരിയല്ലാത്ത ആദ്യത്തെ രാഷ്ട്രപതി. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി. ഒരിക്കൽ കൂടി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. ജനതാ സർക്കാർ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൽപ്പള്ളി, ബാംഗ്ലൂരാണ്. അപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മക്കളെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പള്ളി, ബാംഗ്ലൂര്. അടുത്ത നമുക്ക് പഠിക്കാം ഗ്യാനി സെയിൽ സിംഗ്. ഓക്കെ. ഗ്യാനി സെയിൽ സിംഗിന്റെ കാലഘട്ടം 1982 ജൂലൈ 25 മുതൽ 1987 ജൂലൈ 25 വരെ. രാഷ്ട്രപതിയായ ഏഴാമത്തെ വ്യക്തി. ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി. ഈ ചോദ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്യാനി സെയിൽ സിംഗിനെ കുറിച്ച് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന്. ജ്ഞാനി എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി. സെയിൽ സിംഗിന്റെ യഥാർത്ഥ നാമമാണ് ജർണൈൽ സിംഗ്. ഇതും ചോദിച്ച ചോദ്യമാണ്. ജർണൈൽ സിംഗ് എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക സിഖ് വംശജൻ. അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. ആർട്ടിക്കിൾ 111 പ്രകാരം. കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതിയാണ് സെയിൽ സിംഗ്. അപ്പോൾ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതിയാണ് സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗിന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. അപ്പോൾ ഗ്യാനി സെയിൽ സിംഗിന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പഞ്ചാബാണ്. സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകതാ സ്ഥല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗ്യാനി സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മക്കളെ എവിടെയാണ്? ഏകതാ സ്ഥലമാണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം അത് ഏകതാ സ്ഥലമാണ്. അതേപോലെ തന്നെ
ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക സിഖ് വംശജൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. അതേപോലെ തന്നെ പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. അപ്പൊ ഞാൻ ഈ പറയുന്നത് PSC ഒത്തിരി തവണ ചോദിച്ചതാണ്, PYQ ആണ് എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് ഒരിക്കലും ഒഴിച്ചുകൂടരുത്. കാരണം അത്രത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന എന്താണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന പോയിന്റ്സുകൾ. അപ്പൊ 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. പോക്കറ്റ് വീറ്റോ അതായത് വീറ്റോ അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ മക്കളെ അത് 111 ഓർത്തു വയ്ക്കുക. അപ്പോൾ പോക്കറ്റ് വീറ്റോ അതായത് വീറ്റോ എന്ന് പറയുന്ന അധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 111. അങ്ങനെയാണെങ്കിൽ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ആർ വെങ്കിട്ടരാമൻ. 1987 ജൂലൈ 25 മുതൽ 1992 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായ 8ാമത്തെ രാഷ്ട്രപതിയാണ് ആർ വെങ്കിട്ടരാമൻ. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതും ആർ വെങ്കിട്ടരാമനാണ്. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് 1980 കേന്ദ്ര ധനമന്ത്രി എന്നറിയപ്പെടുന്നത് ആർ വെങ്കിട്ടരാമനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയ രാഷ്ട്രപതി. പ്രധാന കൃതികളായിരുന്നു മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ഇത് ചോദിച്ചങ്ങനെ ചോദ്യമാണ്. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് ആരുടെ കൃതിയാന്നുള്ളതും. റിഫ്ലക്ഷൻ ഓഫ് എ സ്റ്റേറ്റ്മാന്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന രാഷ്ട്രപതി 98 വയസ്സ് വരെ വെങ്കിട്ടരാമൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം, വെങ്കിട്ടരാമന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാ സ്ഥൽ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 1992 ജൂലൈ 25 മുതൽ 1997 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായ 9ാമത്തെ വ്യക്തി. ഭോപ്പാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. 1972-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി. ചോദിച്ചകണ ചോദ്യമാണ്. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ കർമ്മഭൂമി. പ്രധാന കൃതികളാണ് ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, എമിനന്റ് ഇന്ത്യൻ, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഇതൊക്കെ ആരുടെയാ? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്തത് KR നാരായണൻ. 1997 ജൂലൈ 25 മുതൽ 2002 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായ 10ാമത്തെ വ്യക്തി. രാഷ്ട്രപതിയായ ഏക മലയാളി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളിയാണ് TN ശേഷൻ. രാജ്യസഭാ ചെയർമാനായ ഏക മലയാളി രാഷ്ട്രപതി. KR നാരായണന്റെ മുഴുവൻ പേരാണ് കോച്ചേരിയിൽ രാമൻ നായർ. അപ്പോൾ കോച്ചേരിയിൽ രാമൻ നാരായണൻ എന്ന് പറയുന്നത് ആരാണ്? KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി റിപ്പബ്ലിക് ആയതിന്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? KR നാരായണനാണ്. അതേപോലെ പൊഖ്രാനിൽ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധ സമയത്തും രാഷ്ട്രപതിയായിരുന്നു. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി. ജവഹർലാൽ നെഹ്റുവിന്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KR നാരായണൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മികച്ച നയതന്ത്രജ്ഞൻ എന്ന KR നാരായണനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വിവേചനാധികാരം ഉപയോഗിക്കുന്നതിന് മുൻപ് പൊതുജനാഭിപ്രായം ആരായിരുന്നു? അതേപോലെ രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക് എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ട രാഷ്ട്രപതി. KR നാരായണന്റെ പത്നിയാണ് ഉഷ നാരായണൻ. ഇന്ത്യയിൽ പ്രഥമ വനിതയായ ആദ്യ വിദേശ വനിതയാണ് ഉഷ നാരായണൻ.
മ്യാൻമാറാണ് ഉഷ നാരായണന്റെ സ്വദേശം. ഉഷ നാരായണന്റെ യഥാർത്ഥ നാമമാണ് മാ ടിൻസ് ടിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഉഷ നാരായണന്റെ യഥാർത്ഥ നാമമാണ് മാ ടിൻസ് ടിൻറ്റ് എന്ന് പറയുന്നത്. KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി. പ്രധാനപ്പെട്ട കൃതികളാണ് ഇന്ത്യ ആൻഡ് അമേരിക്ക, എസ്സേ ഇൻ അണ്ടർസ്റ്റാൻഡിങ്, ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്, നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട KR നാരായണന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് KR നാരായണൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 1 2 തവണ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി ചോദ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പോർഷനിൽ നിന്നും വരാറുണ്ട്. ഓക്കെ, അടുത്തതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. 2002 to 2007 ഡോക്ടർ APJ അബ്ദുൽ കലാം. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയും 12ാമത്തെ രാഷ്ട്രപതിയും. 12ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അവിവാഹിതനായ ഏക രാഷ്ട്രപതി, രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രപതി, ശാസ്ത്രജ്ഞനായ രാഷ്ട്രപതി, ഹൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ, യുദ്ധവിമാനം സുഖോയി അന്തർവാഹിനി വിമാനം, സിന്ധുരക്ഷക് എന്നിവയിൽ യാത്ര ചെയ്ത രാഷ്ട്രപതി, സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി, 1 രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി, പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവും ഇന്ത്യ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്നീ ചുമതലകൾ വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. അതേപോലെ തന്നെ പുരാ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് പുരാ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. അതേപോലെ തന്നെ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ആണ് ബില്യൺ ബീറ്റ്സ്. ചോദിച്ച ചോദ്യമാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ അത് ബില്യൺ ബീറ്റ്സ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. ഈ കഴിഞ്ഞ എക്സാമിന് LDC 2024 കൂടി ചോദിച്ച ചോദ്യമാണ്. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ശ്രീജൻ പാൽ സിംഗുമായി ചേർന്നാണ് ഇത് എഴുതിയത്. APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സൈഗാൾ. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ് ചാൾസ് II മെഡൽ നേടിയ ആദ്യ ഭാരതീയൻ. 1997 ഭാരതരത്നം ലഭിച്ചു. സ്കൂളുകളിൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ മക്കളെ അത് മധ്യപ്രദേശാണ്. അപ്പോൾ സ്കൂളുകളിൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. പ്രധാന കൃതികളാണ് അഗ്നിച്ചിറകുകൾ, മിഷൻ ഇന്ത്യ, ലൈഫ് ട്രീ, ദി ലൂമിനൻസ് സ്പാർക്ക്, മൈ ജേർണി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിലവിൽ PYQ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. ഇതൊക്കെ ബേസ് ലെവൽ ചോദ്യമാണ്. ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ബേസ് ചോദ്യമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവനാണ്, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതൽ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. APJ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് പേയ്ക്കരുമ്പ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ പേയ്ക്കരുമ്പാണ്. അടുത്തത് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. 2007 ജൂലൈ 25 മുതൽ 2012 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായ 12ാമത്തെ വ്യക്തി, ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത, രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പദവി വഹിച്ചിരുന്നു. യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഏറ്റവും അധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച രാഷ്ട്രപതിയാണ്. സ്വത്ത് വിവരം വെളിപ്പെടുത്തിയ ആദ്യത്തെ രാഷ്ട്രപതി. പ്രതിഭ പാട്ടീൽ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് MH
സയ്യിദ് ആണ്. അപ്പോൾ MH സയ്യിദ് എഴുതിയ പുസ്തകമാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീലിനെ കുറിച്ച്. എന്താണ്? അതായത് പ്രതിഭ പാട്ടീൽ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അത് എഴുതിയത് MH സയ്യിദ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് പ്രണബ് കുമാർ മുഖർജി. 2012 ജൂലൈ 25 മുതൽ 2017 ജൂലൈ 25 വരെയാണ് കാലഘട്ടം. രാഷ്ട്രപതിയാവുന്ന 13ാമത്തെ വ്യക്തിയാണ്. ഒരു ക്ലർക്കായിട്ടാണ് പ്രണബ് കുമാർ മുഖർജി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അപ്പോൾ ഒരു ക്ലർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് രാഷ്ട്രപതിയായ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? പ്രണബ് കുമാർ മുഖർജിയാണ്. 1969 പശ്ചിമ ബംഗാളിലെ മിഠാപൂർ ഉപതെരഞ്ഞെടുപ്പിൽ VK കൃഷ്ണമേനോന്റെ പ്രചാരണ ചുമതലക്കാരനായാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം. കോൺഗ്രസിൽ നിന്നും മാറി മുഖർജി സ്ഥാപിച്ച പാർട്ടിയാണ് സമാജ്വാദി കോൺഗ്രസ്. 1969 മുതൽ 5 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 ലോക്സഭാ അംഗമായി. അമേരിക്കയുമായി 123 ഉടമ്പടി ഒപ്പുവച്ച കേന്ദ്രമന്ത്രി. ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 2004-2006 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിൽ അംഗത്വമെടുത്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഓർത്തുവച്ചോ, സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിൽ അംഗത്വമെടുത്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. സാന്താക്ലോസിന്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. പ്രണബ് കുമാർ മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം 2019. പ്രണബ് കുമാർ മുഖർജിക്ക് ഭാരതരത്നം ലഭിക്കുന്നത് 2019. പ്രധാന കൃതികളാണ് ഓഫ് ദി ട്രാക്ക്, മീഠേ പോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് രാംനാഥ് കോവിന്ദ്. 2017 ജൂലൈ 25 മുതൽ 2022 ജൂലൈ 25 വരെ രാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് KR നാരായണൻ. അപ്പോൾ രാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് KR നാരായണനാണ്. KR നാരായണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന രാംനാഥ് കോവിന്ദ്. ബീഹാറിലെ ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വ്യക്തി. ആദ്യ വ്യക്തി സക്കീർ ഹുസൈൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദിനെ എതിർത്ത സ്ഥാനാർത്ഥിയായിരുന്നത് മീര കുമാർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. രാഷ്ട്രപതിയാകുന്ന ആദ്യ BJP നേതാവ്. അബ്ദുൽ കലാമിന് ശേഷം സിയാച്ചിൻ സന്ദർശിച്ച 2ാമത്തെ രാഷ്ട്രപതി. രാംനാഥ് കോവിന്ദിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. രാംനാഥ് കോവിന്ദിന് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നിന്നാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ദ്രൗപദി മുർമു. 2022 ജൂലൈ 25 മുതൽ തുടരുന്നു. രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയാണ് ദ്രൗപദി മുർമു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. പ്രതിഭ ദേവി സിംഗ് പാട്ടീലിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വനിതയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ദ്രൗപദി മുർമു ആണ്. തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് യശ്വന്ത് സിൻഹയാണ്, പ്രതിപക്ഷ നോമിനി. ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വനിതയും 2ാമത്തെ വ്യക്തിയുമാണ്. 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് ലഭിച്ച ആകെ വോട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6,76,600 എത്രയാണ്? അത്രയല്ല, അതായത് ഇത് ജസ്റ്റ് ഒന്ന് നോക്കൂ, 67, 66, 803. ഓക്കെ, ഇനി 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസറാണ് PC മോഡി. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ചോദിച്ചാൽ അത് KR നാരായണനാണ്. ജാർഖണ്ഡ് ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തി. ജാർഖണ്ഡ് ഗവർണർ ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ജസ്റ്റിസ് NV രമണയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ജാർഖണ്ഡ് ഗവർണർ ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ജസ്റ്റിസ് NV രമണയാണ്. ഓക്കെ, അപ്പോൾ 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ PC മോഡി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക.
അതേപോലെ തന്നെ ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വനിതയും രണ്ടാമത്തെ വ്യക്തിയുമാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് ലഭിച്ച ആകെ വോട്ട് മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 67,66,803 വോട്ടാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 67,66,803 വോട്ട്. ഓക്കെ. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി, രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. അതേപോലെ തന്നെ പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വനിത ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 15 രാഷ്ട്രപതിമാരെ കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 1 or 2 തവണ നിങ്ങൾ കണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എത്ര തവണ കാണുന്നോ അത്രയും നമ്മുടെ മനസ്സിൽ അത് സെറ്റായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് കൂടി നിങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2021 to 25 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ബോളിൻ്റെ ഒരു ഡിസ്കഷൻ കൂടിയുണ്ട്. അതിൽ കൂടി നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 നിങ്ങൾ എഴുതുന്ന ഏതൊരു PSC എക്സാമിൻ്റെയും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കും. ഓക്കെ. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള PDF നോട്ട് SCRT NCRT സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ നോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നോട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുക, അതേപോലെ തന്നെ റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യുക, എക്സാംസുകൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ക്ലാസ്സുകൾ നിലവിൽ ജോലിക്ക് പോകുന്നവർ, അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇത് എല്ലാ ദിവസവും അന്നന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പെൻഡിങ് ഇല്ലാതെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഞാൻ നിങ്ങൾക്ക് അത്രയും പോർഷൻസ് മാത്രമാണ് ഓരോ ദിവസവും തരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് തന്നെ പഠിച്ച് തീർക്കണം മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡിങ് ഇട്ടായിരുന്നു കഴിഞ്ഞാൽ നാളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസത്തെ ക്ലാസ് പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ ക്ലാസ് നോട്ട്, വീണ്ടും അടുത്ത ദിവസത്തെ ക്ലാസ്, അങ്ങനെ നമ്മളൊരു 3-4 ദിവസം പെൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പെൻഡിങ് വന്ന പോർഷൻസ് ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവസാനം ഇതെല്ലാം കൂട്ടിയിട്ട് ടെൻഷൻ അടിച്ച് എക്സാമിൻ്റെ ടൈമിൽ എല്ലാം കൂടി പഠിച്ചില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി പോയി ആ എക്സാം കൊളാക്കുന്നത്. LDCക്ക് പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റിയതും അത് തന്നെയാണ്. 5, 6, 7 മണിക്കൂറൊക്കെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ ഒരു ദിവസത്തെ നിങ്ങളിപ്പോൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ടുകളും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും മടി കൂടാതെ പഠിച്ച് സെറ്റാക്കി എക്സാംസും എഴുതണം. കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന നോട്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ അവിടെ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ അതിൽ നിന്നും പഠിച്ചു, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതിൽ നിങ്ങളെ തന്നെ മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്ന് തന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോസും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലും ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും പൈസ ഇല്ല, അതേപോലെ തന്നെ റാങ്ക് ഫയൽ വാങ്ങാൻ പൈസ ഇല്ല, അതേപോലെ തന്നെ ഒരു കോഴ്സിൽ ചേരാനുള്ള ക്യാഷ് ഇല്ല, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ് തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.